നേരത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നോ ഇയാള്? അങ്ങനെയാണ് അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞു അങ്ങനെ വീടാണ് ഞാൻ അങ്ങനെ ചെയ്യില്ലാന്ന് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നു പോലീസിൽ വന്ന് പറഞ്ഞത്. അതും വിശ്വസിച്ചിട്ട് വിട്ടയച്ച എന്റെ അച്ഛനും അച്ഛമ്മയും കേട്ട് പോയത്. ഇനി എനിക്ക് ആരാ ഉള്ളത്? എന്നാണ് പരാതി കൊടുത്തതെന്നാ? എനിക്ക് ഭീഷണി അയാൾ ഇങ്ങനെ ഓരോരുത്തരുടെ കൊല്ലം അയാളുടെ ഭാര്യ പണിക്ക് പോയത് ഞങ്ങളുടെയാണത് താക്കിട്. അതിന് പറഞ്ഞു എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു ഞാനും അച്ഛനും കൂടി 29-ാം തീയതി അടുത്ത ഡിസംബറിന് പോയി കൊടുത്തതാണ്. അപ്പൊ അവര് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. എന്താ അന്വേഷിക്കണം? രാവിലെ അയാൾ വിളിച്ചിട്ട് 2 പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. അപ്പൊ അയാൾ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന്. ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണോ ജയിലില്? ഇങ്ങനെ ഓരോന്ന് കൊല്ലം അങ്ങനെ പോകുമ്പോ ജയിലിക്കോ? ഇങ്ങനെയാണോ അയാളുടേത്? ഇനി അയാളുടെ ജയിലിലേക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത്? എന്താ ചെയ്യ എന്നെയും കൂടി കൊന്നിട്ട് പോട്ടെ. എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കാണുന്നത്. അച്ഛനും അമ്മയും അതുപോലെ തന്നെ അച്ഛന്റെ അമ്മയും ഒരു നരഭോജിയുടെ കയ്യാൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കരച്ചിലാണ് നമ്മളിപ്പോൾ കേട്ടത്. പാലക്കാടിലെ നെന്മാറയിൽ ചെന്താമര എന്ന ഒരു നരഭോജി ചെയ്ത ക്രൂരതയിൽ 3 വിലമതിക്കാനാവാത്ത മനുഷ്യജീവനുകളാണ് ഇല്ലാതായത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കുട്ടിയുടെ അമ്മയെ അദ്ദേഹം മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിച്ച് ഏതാനും 3 മാസങ്ങൾക്ക് മുമ്പ് ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും ഇവർക്കെതിരെ വധഭീഷണി ഉയർത്തി എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ പോലീസിന് പരാതി കൊടുത്തപ്പോൾ അത് വളരെ ലാഘവത്തോടു കൂടി നോക്കിക്കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ 2 മനുഷ്യജീവനുകൾ വിലമതിക്കാനാവാത്ത ജീവനുകൾ ഇല്ലാതായത്. ഇവിടെ ഇത്ര വലിയ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും അവരെ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിരിയാണിയും പാലും മുട്ടയും കുഴിമന്തിയും ഒക്കെ കൊടുത്തിട്ട് വളർത്തുന്ന അവർ തീറ്റിപ്പോറ്റുന്ന ഒരു നിയമ സംവിധാനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റവാളികൾക്കൊന്നും ശിക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു പേടിയും ഇല്ലാതായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആലുവയിൽ ഇതേ സമാനത രീതിയിലുള്ള ഒരു ക്രിമിനൽ അയൽവാസിയായ 3 പേരെ കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേട്ടത്. ഇവിടെ നമ്മുടെ നിയമ സംവിധാനം ഇത്രത്തോളം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ മനുഷ്യജീവനക്ക് യാതൊരു വിലയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ ചെന്താമര എന്ന ഈ പ്രതി കൊടും ക്രിമിനലാണ്. അദ്ദേഹം ഒരു മാനസിക രോഗിയാണെന്നൊക്കെ പറയുന്നത്. പലവരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടൊക്കെ നിയമം നോക്കുകുത്തിയായിട്ട് മാറുകയാണ് ചെയ്തതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നത്. ഇപ്പൊ ജാമ്യം കൊടുക്കുമ്പോൾ കോടതിനൊക്കെ ഇത്തരം പ്രതികൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു നിയമവ്യവസ്ഥകൾക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു ജാമ്യം കൊടുക്കുക. ഇപ്പൊ അവരുടെ സ്ഥലത്ത് അതായത് പ്രവേശിക്കരുത് എന്നൊക്കെയുള്ള വ്യവസ്ഥയിൽ. പക്ഷെ ഇതൊക്കെ ഈ പ്രതിക്ക് ഇതൊന്നും ഒരു ബാധകമാകാത്ത തരത്തിലേക്കാണ് പോയത്. ഈ പെൺകുട്ടി പറയുന്നത് കഴിഞ്ഞ 29-ാം തീയതി ഈ പ്രതിയിൽ നിന്ന് കടുത്ത ഭീഷണി ഉയർന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ടപ്പോൾ ഈ പ്രതിയെ വിളിച്ചെത്തിയ പോലീസുകാർ വളരെ ലാഘവത്തോടു കൂടി നോക്കി കണ്ടത് കൊണ്ട് മാത്രമാണ് എന്റെ അച്ഛന്റെയും അതുപോലെ തന്നെ അച്ഛന്റെ അമ്മയുടെയും ജീവൻ ഇല്ലാതായത് എന്നാണ്. ഇവിടെ ഇതുപോലെയുള്ള ക്രിമിനലുകൾക്ക് അതായത് ഇതുപോലുള്ള നരഭോജികൾക്കൊക്കെ സഡനായിട്ട് വധശിക്ഷ കൊടുക്കുന്ന ഒരു നിയമ സംവിധാനമാണ് ഇവിടെ വേണ്ടത്. ഒരു പ്രതി കുറ്റം ചെയ്തത് സമരിയ കോടതിക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരിക്കലും തന്നെ അവരെ ജയിൽ തീറ്റിപ്പോറ്റുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവർക്ക് അവിടെ വധശിക്ഷയും മറ്റുമൊക്കെ പരസ്യമായി വധശിക്ഷ കൊടുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ കുറ്റകൃത്യങ്ങളുടെ തോത് വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. ഇവിടെ നമ്മുടെ നിയമ സംവിധാനം പലപ്പോഴും ഇത്തരം കുറ്റവാളികൾക്ക് ഒരു പരിരക്ഷ കൊടുക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഇദ്ദേഹത്തിന് അറിയാം ഞാൻ ഒരാളെ കൊലപ്പെടുത്തി, അതുകൊണ്ട് ഇനി വീണ്ടും 2 പേരെ ഇനിയും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എനക്ക് ഒരാളെ കൊലപ്പെടുത്തി കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ആയിരിക്കാം നിയമം ലഭിക്കുക എന്ന കാര്യം ഈ ചെന്താമര എന്ന നരഭോജിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ 2 പേരെ കൊലപ്പെടുത്തി. ഇപ്പോഴും ഈ പറയുന്ന ഈ സമയം വരെ ഈ പ്രതിയെ പിടിക്കപ്പെടാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം കാട് കയറി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പോലീസുകാരും അവിടുത്തെ നാട്ടുകാരും ഒക്കെ വളരെ ഊർജിതമായ രീതിയിലുള്ള തെരച്ചിലുകൾ നടത്തുകയാണ്. ഇത് ഒരു സൈക്കിയാണെന്നാ പറയുന്നത്. അതായത് ഒരു മാനസിക വിഭ്രാന്തി പിടിച്ചൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ അദ്ദേഹത്തിൽ നിന്നും പിണങ്ങി പോകാനുള്ള കാരണം ഈ കൊല്ലപ്പെട്ട
ആളുടെ ഭാര്യയും ആ വീട്ടുകാരെ തൊട്ട അയൽവാസികളായ ഇവരാണെന്ന അദ്ദേഹത്തിന് ഒരു രീതി. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇനി ഈ സംഭവം നടന്ന് ഇനിയിപ്പോ ജയിലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രതിക്ക് നമ്മുടെ കോടതി ജാമ്യം കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും പുറത്തു വിടും, അല്ലെങ്കിൽ ഒരു പരോളിന് വിടും. എന്നിട്ട് ആദ്യം ഇതുപോലുള്ള ഒരു സമാന രീതിയിലുള്ള സംഭവം നടത്തും. ഇതേ രീതിയിലുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി അന്ന് പരാതി ലഭിച്ച ഉടൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ആ 2 വിലമതിക്കാനാവാത്ത മനുഷ്യജീവനുകൾ കൊല്ലപ്പെടുമായിരുന്നില്ല.